എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു അമ്യൂസ്മെന്റ് പാർക്കൊക്കെ കാണിച്ചുകൊണ്ടാണ്. പാർക്കിൽ നിന്ന് ഹീജും അവരുടെ ഫാമിലിയും തിരിച്ചു പോകുമ്പോൾ ഹീജുവും അവരുടെ ചേച്ചിയും അവരുടെ അനിയനും എല്ലാവരും കൂടി ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വലിയ വണ്ടി വന്ന് അവരുടെ കാറിലിരിക്കുന്നത്. ഈ ഒരു ആക്സിഡന്റോട് കൂടിയാണ് ഹീജുവിന്റെ ചേച്ചി, അതായത് ഇനക്കി, കേൾവിശക്തി നഷ്ടപ്പെട്ടതും ഹീജു സംസാരിക്കാതായതും അവരുടെ അനിയൻ മരണപ്പെട്ടതും ഒക്കെ. അവിടേക്ക് റെസ്ക്യൂ ടീം ഒക്കെ വന്ന് ഇനയെയും അവരുടെ അനിയനെയും ഒക്കെ രക്ഷിച്ചു കൊണ്ടുപോയി. ഹീജു ഞാനും ഇവിടെയുണ്ട്, എന്നെയും കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് കരയുമ്പോൾ പ്രസന്റിലെ ഹീജു അതൊക്കെ കണ്ടു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഹീജു അവളോട് തന്നെ ഉറക്കെ പറയും, ഇനിയും സൗണ്ട് ഉണ്ടാക്ക്, ഉച്ചത്തിൽ പറയും എന്നൊക്കെ പറയുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഹീജുവിന്റെ അമ്മ അവളോട് സംസാരിക്കാതെ ഇരിക്കാനൊക്കെ പറയുമ്പോൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനൊരു ലൈഫ് നിനക്ക് വേണ്ട എന്ന് പറയും, പ്രതികരിക്ക് എന്നൊക്കെ ഹീജു കരഞ്ഞുകൊണ്ട് പറയുന്നു. പണ്ട് അവൾ പ്രതികരിക്കാതെ മിണ്ടാതിരുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീജു എന്നാരോ വിളിക്കുന്നത് കേൾക്കുന്നത്. അങ്ങനെ സയോൻ ഹീജുവിനെ കണ്ടുപിടിച്ച് അവളുടെ അടുത്തേക്ക് ഓടുമ്പോൾ ഹീജു ഓർക്കുന്നു, നീ ഉണ്ടായിരുന്നു എന്റെ കൂടെ എപ്പോഴും. ആരും എന്നെ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ, ആരും എന്നെ കെയർ ചെയ്യാതിരുന്നപ്പോൾ, ഞാൻ പേടിച്ചിരുന്ന സമയത്ത് എല്ലാം നീ എന്റെ അടുത്തേക്ക് ഓടി വരാറുണ്ടായിരുന്നു. ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും, ഞാൻ കരഞ്ഞ് ഹെൽപ്പ് ചോദിച്ചില്ലെങ്കിലും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത് എനിക്കും നിന്നെ ഇഷ്ടമാണെന്ന്? അപ്പോഴേക്കും അവളുടെ ബോധമൊക്കെ പോയിരുന്നു. അവൾക്ക് ബോധമൊക്കെ വരുമ്പോൾ അവൾ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അവളുടെ അടുത്ത് സയാനും ഇരിക്കുന്നുണ്ടായിരുന്നു. ഹീജു കണ്ണു നോക്കുമ്പോൾ സയാൻ ടെൻഷൻ ആയിക്കൊണ്ട് നിനക്കിപ്പോ എങ്ങനെയുണ്ട്, ഞാൻ ഡോക്ടറെ വിളിക്കാം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഹീജു അവന്റെ കൈ പിടിച്ച് പോകല്ലേ എന്ന് പറയുന്നു. അങ്ങനെ ഹീജു ആദ്യമായിട്ട് സയോൺ സംസാരിച്ചു. ഹീജുവിന്റെ സൗണ്ട് കേട്ടപ്പോൾ സയോന്റെ കണ്ണിൽ ആ സന്തോഷമൊക്കെ നമുക്ക് കാണാം. സയോൻ എവിടേക്കും പോകാതെ അവരുടെ കൈ പിടിച്ച് അവിടെ ഇരുന്ന്, ഇല്ല ഞാൻ എവിടേക്കും പോകുന്നില്ല, ഞാൻ എന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നും പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് ആ വെറിയോട് കൂടി അവളുടെ കൂടെ തന്നെ ഇരിക്കുകയാണ്. സയോന്റെ അച്ഛന്റെ അടുത്തേക്ക് അവരുടെ സെക്രട്ടറി വന്നിട്ട് സയോന്റെ ഓഫീസിൽ നടന്ന ഈ ആക്സിഡന്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യം സയോന്റെ അച്ഛൻ നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇവർക്ക് ഈ ഇലക്ഷൻ ടൈമിൽ തന്നെ ഫീൽഡ് ട്രിപ്പിനൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ട് സെക്രട്ടറി പറഞ്ഞു കൊടുക്കുകയാണ്. മേ ബി ഇതൊരു ആക്സിഡന്റ് അല്ലെങ്കിലോ സ്പോക്സ് പേഴ്സണെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ നോക്കി എന്ന് നമുക്ക് പറഞ്ഞൂടെ, ഇതുവഴി നമുക്ക് കുറെ വോട്ട് കിട്ടും, ഇത് നല്ല ഐഡിയ ആണല്ലോ. പെട്ടെന്ന് തന്നെ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറയുന്നു. ഹീജു ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഞാൻ സംസാരിച്ചു, അവനെല്ലാം അറിഞ്ഞിട്ടുണ്ടാകുമോ? കോൾ ചെയ്ത സമയത്ത് സയൻ പറഞ്ഞതൊക്കെ ഓർത്തുകൊണ്ട് അവൻ 406 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നല്ലോ. ഇതൊന്നും മനസ്സിലാവാതിരിക്കാൻ അവൻ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും അവനൊന്നും പറയാത്തത്? ഇനി ഞാൻ പേഷ്യന്റ് ആയതുകൊണ്ടായിരിക്കുമോ, അഥവാ ഞാൻ ഡിസ്ചാർജ് ചെയ്താലോ എന്നും പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്താലുണ്ടാകുന്ന ഒരു കാര്യങ്ങളൊക്കെ അവൾ സങ്കല്പിച്ച് നോക്കുകയാണ്. സയാൻ അവൾക്ക് നേരെ ഡിവോഴ്സ് പേപ്പർ എറിഞ്ഞിട്ട്, നീ ഡിവോഴ്സ് ചോദിച്ചത് കൊണ്ട് തന്നെ 2 ബില്യൺ എനിക്ക് തരണം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീജ അവിടെ വീഴുന്നു. ഇത്രയും കാലം നീ എന്നെ ഫോളാക്കി, ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിക്കോ, എനിക്ക് നീ നിന്നെ കാണണ്ട എന്ന് പറഞ്ഞ് സയാൻ അവിടെ പോകുമ്പോൾ ഹീജ അവനെ കാലൊക്കെ പിടിക്കുന്നു. ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്ത് ഹീജ് പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നോർത്ത്. അപ്പോഴാണ് അവർക്ക് ആ കിഡ്നാപ്പറിന്റെ ഫോണിന്റെ ഓർമ്മ വന്നത്. സയോൻ ദോജയോട് നടന്ന സംഭവത്തിനെ കുറിച്ചൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിന് റിസൾട്ട് ഒക്കെ പറഞ്ഞു കൊടുക്കണം ദോജെ. അവിടെ CCTV ക്യാമറസ് ഒന്നും ഇല്ലാത്തതിനാൽ ഫൂട്ടേജ് ഒന്നും കിട്ടിയിട്ടില്ല എന്നും അവിടെ നല്ല തിരക്കായതിനാൽ ആരും വിറ്റ്നസ് ആയിട്ടും കിട്ടിയിട്ടില്ല. എന്നാലും ആ കിഡ്നാപ്പർ എന്തിനായിരിക്കും ഹീജുവിന്റെ പുറകെ വന്നിട്ടുണ്ടാവുക എന്ന് ദോജ ചോദിക്കുമ്പോൾ അവർ ലക്ഷ്യം വെച്ചത് എന്നെ ആയിരിക്കും, പക്ഷെ എന്നെ മിസ്സായതായിരിക്കും. നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം നീ ചെക്ക് ചെയ്തോ എന്ന് സയോൻ ചോദിക്കുമ്പോൾ ഈ ഫോൺ ചെക്ക് ചെയ്ത സമയത്ത് ഇതിലെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഇതിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരിക്കാം ഹീജുവിന്റെ ലൊക്കേഷൻ കിഡ്നാപ്പറിന് കിട്ടിയിട്ടുണ്ടാവുക എന്നിവർ സംശയിക്കുന്നു. ആ സിസ്റ്റം ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിഡ്നാപ്പറിന്റെ ലൊക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു 2-3 ദിവസം പിടിക്കും എന്ന് ദോജ പറയുന്നു. സയോൻ എന്നിട്ട് ആ ഫോണൊക്കെ ഭദ്രമായിട്ട് ഹീജുവിന്റെ ബാഗ് തന്നെ വെക്കുന്നുണ്ട്. ആ സമയത്താണ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഹീജുവിനെ റൂമിലേക്ക് കൊണ്ടുവന്നത്. ഹീജു ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട്, ഇപ്പൊ എന്താ നിന്റെ ചുണ്ട് ഒട്ടിപ്പോയോ, നേരത്തെ നീ ഒരു പേടിയില്ലാതെ സംസാരിച്ചിരുന്നല്ലോ, ഇനി വീണ്ടും നീ സംസാരിക്കുന്നത് നിർത്തിയോ എന്നും പറഞ്ഞ് സയൻ അവളെ എടുത്ത് ബെഡിലേക്ക് കൊണ്ടുപോകുന്നു. നിന്റെ ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്തത് എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ് സയൻ അവളെ ബെഡിലൊക്കെ കിടത്തി, പേടിക്കണ്ട, നിനക്ക് സംസാരിക്കാൻ പറ്റും എന്ന കാര്യം എനിക്കറിയാം, നീ വിചാരിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നിന്നെ കുറിച്ച് എനിക്കറിയാം എന്നും പറഞ്ഞ് 406 എന്ന് പറയുമ്പോൾ ഹീജു ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കുന്നു. പക്ഷെ സയോൻ ആ കാര്യം അവളോട് പറയാതെ, അവനാണ് നിന്റെ ലൊക്കേഷൻ എനിക്ക് പറഞ്ഞു തന്നത്, ഒരു പക്ഷെ അവനായിരിക്കും നിന്നെ തള്ളിയിട്ടിട്ടുണ്ടാവുക, പക്ഷെ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിക്കുകയാണ്, അവനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കണോ അതോ അവരോട് ക്ഷമിക്കണം. ഇതൊക്കെ കേട്ട് ഹീജു അവരോട് സത്യം പറയാൻ പോകുന്നുണ്ടെങ്കിലും സയോൻ അവളെ തടഞ്ഞ്, നീ ആ ബോർഡ് കണ്ടില്ലേ, ആബ്സല്യൂട്ട് റെസ്റ്റ്, നിനക്ക് നല്ല റെസ്റ്റ് വേണം, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോഴല്ല, ഇപ്പൊ നിനക്ക് റെസ്റ്റ് ആണ് വേണ്ടത്, അതുകൊണ്ട് നീ നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. എന്റെ ജോലിയുടെ കാര്യമോ എന്ന് ഹീജു ചോദിക്കുമ്പോൾ, നിനക്ക് സിക്ക് ലീവ് ആണ്, അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട, നിന്റെ പഴയ ഫോൺ പൊട്ടിപ്പോയി, അതുകൊണ്ട് ഈ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് സയോൻ ഒരു പുതിയ ഫോൺ അവർക്ക് കൊടുക്കുന്നു. കുറച്ച് സമയത്തേക്ക് ഞാൻ പുറത്തേക്ക് പോകും, അപ്പോൾ എന്തെങ്കിലും നടന്നാൽ എന്നെ അപ്പം തന്നെ വിളിച്ച് പറയണം, മനസ്സിലായോ എന്ന് സയോൻ ചോദിക്കുമ്പോൾ ഹീജു തലയടന്നത് കണ്ട് സംസാരിക്കുക എന്ന് സയോൻ പറയുമ്പോൾ ഓക്കെ എന്ന് ഹീജു പറയുന്നു. സയോൻ പറയുന്നതൊക്കെ ഹീജു അതേപടി അനുസരിക്കുന്നത് കണ്ട് സയോൻ സന്തോഷമാവുന്നത്. സയോൻ പോയ പാടെ ഹീജു അവളുടെ ബാഗിൽ നിന്ന് ആ ഫോൺ തപ്പുന്നു. ഈ ഫോൺ അവൻ കണ്ടില്ലേ, നിന്റെ അടുത്ത് നിന്ന് ഡിവേഴ്സ് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തത്, പക്ഷേ നമ്മൾ രണ്ടുപേരെയും അടുപ്പിച്ചതും ഈ ഫോണാണ്. ഹീജുവിന്റെ അമ്മ സ്പാ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യുന്ന ലേഡി, നിങ്ങളുടെ മകൾ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ പറയാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ, എന്റെ മകളോ എന്നും പറഞ്ഞ് അവരുടെ അമ്മ അവളെ കാണാൻ പോകുന്നു. അവള് ഫേസ് മാസ്ക് ഒക്കെ ഇട്ടതിനാൽ അവളുടെ ഫേസ് അമ്മ കാണുന്നില്ലായിരുന്നു.
എന്ത് പറ്റി ഇങ്ങോട്ട് വരാൻ? നീ ഞാൻ പറഞ്ഞത് കേൾക്കാറില്ലല്ലോ. ഒരു കാര്യം നിന്നോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. സയോൻ ഇപ്പൊ നിന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടല്ലോ. നിന്റെ സീക്രട്ട് എന്താ? ആ വർക്കിംഗ് ഔട്ട്ഫിറ്റ് ആണോ? ഞാൻ പറഞ്ഞതില്ലേ ആ ട്രിക്ക് വർക്കൗട്ട് ആവുമെന്ന്. നീ എന്താ കിടക്കുന്നേ? നീ എഴുന്നേൽക്കോ എന്നും പറഞ്ഞ് ഹീജുവിന്റെ അമ്മ അവളെ എഴുന്നേൽപ്പിക്കുമ്പോഴാണ് അവൾ ആ മാസ്ക് ഊരുന്നത്. അപ്പോഴാണ് അത് ഹീജു അല്ല ഇനയാണെന്ന് അമ്മ മനസ്സിലാക്കുന്നത്. ഇനയെ അവിടെ പ്രതീക്ഷിക്കാതെ കണ്ട് നീ എന്താ ഇവിടെ എന്ന മട്ടിൽ അമ്മ നിൽക്കുന്നു. സയോന്റെ അച്ഛൻ സിമ്പതിക്ക് വേണ്ടി പറയുകയാണ്, ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമല്ല എന്റെ മകന്റെ അച്ഛനും കൂടിയാണ്. എത്ര കാലം ഞാൻ ഇത് മിണ്ടാതെ ശ്രമിച്ചിരിക്കും. ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ കൃത്യമായിട്ട് അന്വേഷണം നടത്തും എന്നൊക്കെ. ഈ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം സയന്റെ ഓഫീസിലേക്ക് തുരുതുരാ കോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ പാടുപെടുന്ന സമയത്ത് സയൻ അവിടേക്ക് എത്തി ഫോണിന്റെ കണക്ഷൻ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി ആര് തന്നെ വിളിച്ചാലും ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഒന്ന്, ഈ പ്രശ്നത്തെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട്, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്ന്, ഇതിനെ സംബന്ധിച്ച് ഒരു പ്രസ് കോൺഫറൻസ് നാളെ ഉണ്ടാകും. എന്തിനാ നാളെ ആക്കുന്നത്? ഇന്നലെ പ്രസ് റിലീസ് വേണ്ട എന്ന് കാങ്ങ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രസ് റിലീസ് ചെയ്താൽ തെറ്റിദ്ധാരണകൾ മാത്രമേ ഉണ്ടാകൂ. സമയം അടിച്ച് ചെയ്താണ് നല്ലത്. എന്നിട്ട് കാങ്ങിനോട് വിക്ടിമിന്റെ ഇൻഫർമേഷൻ ലീക്കാതെ നോക്കണമെന്നും മറ്റു ഓഫീസുകളിലേക്ക് നോട്ടീസ് അയക്കാനും പറയും. ഇതൊക്കെ കേട്ട് കാങ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹീജ് ഒരുപാട് കാലം മുമ്പ് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും അവൾ ഞങ്ങളുടെ കൊളീഗാണ്. നിങ്ങൾ ഞങ്ങളോടൊന്നും പറയുന്നില്ല. പകരം എല്ലാ കാര്യവും മറച്ചു വെക്കാനാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കും കൺസേൺ ഉണ്ട്. അവൾക്ക് എങ്ങനെയുണ്ട്? അവൾ എഴുന്നേറ്റോ? അവൾ ഭക്ഷണം കഴിച്ചോ? എന്നൊക്കെ കാങ് വളരെ ഇമോഷണൽ ആയിട്ട് പറയുന്നു. ഇതൊക്കെ കേട്ട സയൻ ഹീജുന് കുഴപ്പമില്ല എന്നും അവൾ സേഫ് ആണെന്നും പറയുന്നു. ഇവിടെ ഇതേ സമയം ഹീജുവിന്റെ അമ്മയും ഇനയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എപ്പോഴാണ് എത്തിയത്? നിന്റെ സർജറി എപ്പോഴാണ് കഴിഞ്ഞ്? നീ എപ്പോഴും സംസാരിക്കാൻ തുടങ്ങി എന്നൊക്കെ ഹീജുവിന്റെ അമ്മ ചോദിക്കുന്നത് കേട്ട്, നിങ്ങൾ കുറെ കാര്യം ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ എന്ന് എന്നെ ചോദിക്കുമ്പോൾ നിന്റെ അച്ഛന് അത് അറിയേണ്ടി വരും. അല്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എന്ന് അമ്മ ചോദിക്കുന്നത് കേട്ട്, എന്തായാലും ഞാൻ ഫ്യൂച്ചർ പ്രസിഡന്റിന്റെ മരുമകളാവാനെന്നല്ലേ വന്നത്. ഇനി നിന്റെ പ്ലാൻ അതാണെങ്കിൽ തന്നെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ് നീ കേട്ടില്ലായിരുന്നോ? അവരിപ്പോ നല്ല സ്നേഹത്തിലാണ് എന്ന് അമ്മ പറഞ്ഞത് കേട്ട്, എല്ലാ സത്യവും പറഞ്ഞാൽ ഹീജു ഇങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എന്നെ ചോദിക്കുന്നത് കേട്ട് ഒന്നും മനസ്സിലാകാതെ അമ്മ നിൽക്കുന്നത് കണ്ട്, എനിക്കറിയാം നിങ്ങൾക്ക് ഇത് അറിയാമെന്ന്. നിങ്ങളല്ലേ മാരേജിന് മുമ്പ് എനിക്ക് ഹിന്റ് തന്നത് എന്നും പറഞ്ഞ് മാരേജിന് മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റ് കാണിക്കുകയാണ്. ഇനി അവളുടെ ഓഫീസിലേക്ക് വരുമ്പോൾ അവളുടെ ടേബിളിൽ ഒരു എൻവലപ്പ് ഉണ്ടായിരുന്നു. അവൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആകെ ഷോക്കായ എക്സ്പ്രഷനൊക്കെയാണ് അവരുടെ മുഖത്ത് കാണുന്നത്. അത് കാണിച്ച് പേടിപ്പിച്ചല്ലേ നിങ്ങൾ എന്നെ മാരേജിൽ നിന്ന് മാറ്റിയത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് എന്താ മാരേജിന് മുമ്പ് കിട്ടിയത്? അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും അതൊക്കെ പാസ്റ്റ് അല്ലേ. നീ ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ല വന്നത് എന്നുണ്ടെങ്കിൽ ഇലക്ഷന് മുമ്പ് നിന്റെ അച്ഛനെ പ്രൊവോക്ക് ചെയ്യരുത് എന്ന് അമ്മ പറയുമ്പോൾ, ഞാൻ പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല വന്നത്, പക്ഷേ ഹീജുനെ ഹെൽപ്പ് ചെയ്യാനാണ്. ഹീജു എല്ലാ കാര്യങ്ങളും പറയണം. അത് കേട്ടിട്ട് എന്താ വേണ്ടതെന്ന് അവൾ തീരുമാനിച്ചോട്ടെ. നീ ഹിജുനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണോ? അതിന് നിനക്ക് സയനെ കുറിച്ച് എന്താ അറിയാം എന്ന് പറഞ്ഞ് ഹിജുവിന്റെ അമ്മ അവിടെ പോകാൻ നിൽക്കുമ്പോൾ, എന്നാ നിങ്ങൾ പറ, എനിക്ക് എന്താ സയനെ കുറിച്ച് ഇനി അറിയാനുള്ളത് എന്ന് ഇനെ ചോദിക്കുന്നു. സയനെ കുറിച്ച് എന്തോ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ടാണ് ഇന ആ മാരേജിൽ നിന്ന് പിന്മാറിയത്. എന്താണ് ആ കാര്യം എന്ന് നമുക്ക് വഴിയെ നോക്കാം. സയോൻ അവന്റെ അച്ഛനടുത്തേക്ക് ആ പ്രസ് കോൺഫറൻസിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് തിരിച്ചടി കിട്ടണ്ട എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇതെന്റെ സിൻസിയറായ ഉപദേശമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വഷളാകും എന്ന് പറഞ്ഞ് സയൻ അവിടെ പോകാൻ നിൽക്കുമ്പോൾ സയോന്റെ അച്ഛൻ അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങുകയാണ്. പെക്സവൻ എന്റെ പേര് നിനക്ക് ആരാ തന്നത്? പെക്ജോന്റെ പേരക്കുട്ടി എന്ന ടൈറ്റിൽ നിനക്ക് ആരാ തന്നത്? ഇത് കേട്ട് സയോൻ അവന്റെ ചെറുപ്പക്കാലം ആലോചിക്കുകയാണ്. അവന് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പോൾ എന്റെ മകൻ അത് കഴിക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ അമ്മ വേറെ ഫുഡ് കൊടുക്കും. അവനൊരു ഡ്രസ്സ് ഇടുകയാണെങ്കിലും എന്റെ മകൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാറില്ല, എന്റെ മകൻ ഇങ്ങനത്തെ ബുക്ക് വായിക്കാറില്ല എന്ന് പറഞ്ഞ് സയോന്റെ ഇഷ്ടങ്ങൾ നോക്കാതെയാണ് അവർ ഓരോന്ന് ചെയ്തത്. അവന്റെ യൂണിഫോമിൽ പെക്സവൻ എന്ന പേര് കാണുമ്പോൾ തന്നെ അവനൊരു വെറുപ്പാണ്. ഇതൊക്കെ ഓർത്തുകൊണ്ട് സയോൻ, ആ പേര് ഞാൻ ചോദിച്ചതാണോ? ആ ടൈറ്റിൽ ഞാൻ ചോദിച്ചു വാങ്ങിയതാണോ? അങ്ങനെ ഒരു ടൈറ്റിലിന്റെ ആവശ്യം എനിക്കില്ലായിരുന്നു. നിങ്ങളായിട്ട് തന്നതല്ലേ ആ ടൈറ്റിൽ. ഇനിയും ഇത് പറഞ്ഞ് എന്നെ ശ്വാസം മുട്ടിക്കരുത് എന്നൊക്കെ സയൻ പറയുന്നു. ഇതൊക്കെ കേട്ട് സയന്റെ അച്ഛൻ ആക്സിഡന്റ് പറ്റിയ സ്റ്റാഫ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ ഫാമിലി ആണെന്ന് സയൻ പറഞ്ഞത് കേട്ട്, ഫാമിലിയോ? ഹേജു ആണോ അത്? നീ എന്ത് ധൈര്യത്തിൽ അവളെ ജോലിക്ക് വെച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്ത് പറ്റി? നിങ്ങളെക്കാൾ മുന്നേ അവൾ പ്രസിഡൻഷ്യൽ ഓഫീസിൽ കയറിയതിന്റെ അസൂയാണോ എന്ന് പറഞ്ഞ് സയൻ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ യൂറിയും സാങ്കുവും കൂടി ഓർഫനേജിലെ മിസ്സിംഗ് കേസിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തള്ളിയിട്ട കാര്യം ഓർത്തുകൊണ്ട് ഹിഷ് ഞെട്ടി എഴുന്നേൽക്കുന്നു. ആ സമയത്താണ് അവളുടെ ഫോണിലേക്ക് സയന മെസ്സേജ് വരുന്നത്. ഞാൻ വരുന്ന വഴിയാണ്, നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചുകൊണ്ട്. അവൾ ഓരോ ഫുഡിന്റെ പേര് പറയുമ്പോൾ അത് സ്പൈസിയാണ്, അത് ഓയിലിയാണ്, ഇത് കഴിച്ചാൽ നിന്റെ ബ്ലഡ് ഷുഗർ കൂടും എന്നൊക്കെ സയൻ മെസ്സേജ് അയക്കുന്നത് കണ്ട്, പിന്നെ എന്തിനു ഇവൻ ചോദിച്ചത്? ഇവരെന്നെ കളിയാക്കുകയാണോ എന്നോർത്ത് എപ്പോഴാണ് ഇവിടേക്ക് എത്തുക എന്ന് ഹീജ് മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് കണ്ടപാടെ സയൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് പോരുന്നു. സയൻ അവൾക്കുള്ള ഡ്രസ്സും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടാണ് വന്നത്. ഈ ഫ്രൂട്ട്സ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഇത് കഴുകിയിട്ടില്ല എന്ന് ഹീജ് പറയുന്നത് കേട്ട്, ഇത് നീ എന്നോടാണോ പറയുന്നേ എന്ന് സയൻ ചോദിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ ഫ്രൂട്ട്സ് ഒക്കെ കഴുകി ഹീജിന് കൊണ്ടു കൊടുക്കുന്നു. സയൻ അതിന്റെ കൂടെ അവന്റെ സാധനങ്ങളും കൂടി എടുത്തു വരുന്നത് കണ്ട്, നീ ഇന്ന് എവിടെയാണ് കിടക്കാൻ പോകുന്നത് എന്ന് ഹീജു ചോദിക്കുമ്പോൾ, ഇന്നലെയും നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന് പറഞ്ഞ് സയൻ ബാത്റൂമിലേക്ക് പോകുന്നു. ഇത് കേട്ട് ഹീജു, ഇന്നലെ ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നത്, ഇന്ന് അവൻ എവിടേക്കും കിടക്കാൻ പോകുന്നത് ഇവിടെയാണോ? അവിടെ ആയിരിക്കോ? അതോ അവിടെ ആയിരിക്കോ എന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ബാത്റൂമിൽ സൗണ്ട് കേൾക്കുന്നത്. ആ കുളിക്കുകയാണോ? അവരെന്തിനാ ഇപ്പൊ കുളിക്കുന്നേ? ഇല്ലില്ലില്ല,
അവൻ എപ്പോൾ വേണമെങ്കിലും കുളിക്കാൻ പറ്റും. ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നേ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് സയൻ പുറത്തേക്ക് വന്ന് നമുക്ക് കുളിച്ചാലോ എന്ന് ചോദിക്കുന്നത്. ഇത് കേട്ട് ഹീജു കിളി പോയി അവനെ നോക്കുന്നു. പക്ഷെ അവളെ പേടിച്ച പോലെ ഒന്നല്ല, അവൻ അവളുടെ ഹെയർ ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാനായിരുന്നു അവളെ വിളിച്ചത്. അങ്ങനെ അവൻ അവളുടെ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് മുടിയൊക്കെ ഡ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവൾ ഇരിക്കുന്നത് കണ്ട് നീ കംഫർട്ടബിൾ അല്ലേ എന്ന് സയൻ ചോദിക്കുമ്പോൾ ഈ സിറ്റുവേഷൻ കുറച്ച് awkward ആയിട്ടുണ്ട്. നീ എന്തിനാ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ നൈസായിട്ട് ബിഹേവ് ചെയ്യുന്നേ എന്നൊക്കെ ഹീജു ചോദിക്കുമ്പോൾ സാധാരണ എല്ലാ ഹസ്ബൻഡ്സും അവരുടെ വൈഫിന് വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുക്കാറില്ലേ? ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് കാര്യം ചെയ്യാത്തതിൽ എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. അവളുടെ ഹെയർ ഒക്കെ ഡ്രൈ ചെയ്തതിന് ശേഷം അവളെ ബെഡിൽ കിടത്തി ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് അവൻ കുളിക്കാനൊക്കെ പോകുന്നു. അവളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നത് കണ്ട് എനിക്കെന്തേ പറ്റി, ടെസ്റ്റ് റിസൾട്ട് ഒക്കെ ഓക്കെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഉറക്കം കിട്ടാതെ അവൾ കിടക്കുകയാണ്. അങ്ങനെ സയോൻ കുളിച്ച് പുറത്തേക്ക് വരുന്നത് കണ്ട് ഹീജു ഉറക്കം നടിച്ച് കണ്ണും ഇറുക്കി കിടക്കുന്നു. സയോൻ അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് നിക്ക് ഞാൻ റെഡി ആയിട്ടില്ല എന്ന് ഹീജു മനസ്സിൽ പറയുന്നു. അവൻ അവളെ നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് അവളുടെ ബെഡ് താഴ്ത്തി കൊടുക്കാൻ പോയതായിരുന്നു. അവൻ പോകാത്തത് കണ്ട് അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ നീ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് സയോൻ ചോദിക്കുന്നു. സയോൻ എന്നിട്ട് അവിടുത്തെ സോഫയിൽ ഇരുന്ന് ബുക്കും വായിച്ചിരിക്കുന്നു. ഇതൊക്കെ നോക്കി ഹീജു ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ന മട്ടിൽ കിടക്കുന്നു. സാംഗു ഒരു ഡ്രാഗൺ റിങ്ങിന്റെ ചിത്രമൊക്കെ ഓർത്തെടുത്ത് വരച്ച് അവന്റെ യൂട്യൂബ് ചാനൽ ലൈവ് വഴി അതൊക്കെ ഷെയർ ചെയ്യുന്നു. ഈ റിങ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ ഉടനെ കോൺടാക്ട് ചെയ്യണമെന്നും അതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും രാത്രി ഉറക്കത്തിൽ എഴുതാതെ ഹീജു നോക്കുമ്പോൾ സയനെ കാണുന്നില്ല. അവൾ അവരുടെ ഫോൺ എടുത്ത് സയനെ വിളിക്കുമ്പോൾ അവൻ കോൾ കട്ട് ചെയ്ത് അവർക്ക് ടെക്സ്റ്റ് അയക്കുകയാണ്. നീ ഉറങ്ങിക്കോ, ഞാനൊരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന്. കോളിന് വേണ്ടിയോ? ഇനി കിഡ്നാപ്പറിന്റെ കോളിനായിരിക്കോ എന്ന് ചോദിച്ചാൽ അവൾ സമയം നോക്കുമ്പോൾ കൃത്യം 10 മണിയായിട്ടുണ്ട്. അങ്ങനെ അവൾ കിഡ്നാപ്പറിന്റെ ഫോണിൽ നിന്ന് സയാനെ വിളിക്കുന്നു. കോൾ എടുത്ത പാടെ സയാൻ പറഞ്ഞത് നിങ്ങളുടെ കോൾ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. നിങ്ങളുടെ കോൾ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയി. നീ എന്തിനാ ഹാപ്പി ആവുന്നത് എന്ന് ഹീജു ചോദിക്കുമ്പോൾ നീ കാരണമാണ് ഞാൻ ഹീജുനെ കണ്ടുപിടിച്ചത്. ഞാൻ എങ്ങനെ അവളുടെ ലൊക്കേഷൻ അറിഞ്ഞേ എന്ന് നിനക്ക് അറിയണ്ടേ? സത്യം എന്താണെന്ന് വെച്ചാൽ എന്ന് ഹീജു പറയുമ്പോഴേക്കും സയൻ അവളെ പറയാൻ സമ്മതിക്കാതെ നിന്നെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നീ ഒരു സ്ത്രീ ആണെന്ന് അറിയാം, നിന്റെ ഏജും എനിക്കറിയാം. ഇത് കേൾക്കുന്ന ഹീജു ഷോക്ക് ആയിക്കൊണ്ട് അതെങ്ങനെ നിനക്കറിയാം എന്ന് ചോദിക്കുമ്പോൾ അവളെ അതിനേക്കാൾ ഷോക്കാൻ നിൽക്കുന്നതായിരുന്നു അവന്റെ അടുത്ത ക്വസ്റ്റ്യൻ. നീ പ്രിറ്റിയാണോ? നിന്നെ ഭീഷണിപ്പെടുത്തുന്ന ആളെ സുന്ദരിയാണോ നീ എന്തിനാ അറിയുന്നതെന്ന് ഹീജു ചോദിക്കുമ്പോൾ എന്തോ നീ സുന്ദരിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് സയൻ പറയുന്നു. അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് എന്ന് മനസ്സിൽ പറയുന്നു. സയനാണെങ്കിൽ നിർത്തുന്നില്ല. നിന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ നല്ല രസമുണ്ട്. നിന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ട്. സമാധാനമോ? ഹീജു അവിടെ ചാവാനായി കിടക്കുകയാണ് എന്ന് ഹീജു പറയുമ്പോൾ അവളെ വീണ്ടും ഷോക്കാക്കിക്കൊണ്ട് നീ എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നത് എന്ന് സയൻ ചോദിക്കുന്നു. എനിക്ക് നിന്നെ കാണാൻ പറ്റാത്തോണ്ട് തന്നെ നീ എങ്ങനെയാണെന്ന് എനിക്ക് ഇമാജിൻ ചെയ്യണം. നിന്റെ ശബ്ദം കേട്ട് നീ ഒരു ഫെയറിനെ പോലെ ഉണ്ടാകും എന്നൊക്കെ സയൻ പറഞ്ഞത് കേട്ട് നീ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ അവിടെ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നീ ഒരു കല്യാണം കഴിഞ്ഞ പുരുഷനാണ്, അത് നീ മറക്കണ്ട എന്ന് പറയുമ്പോൾ ഹീജു ഇപ്പോൾ ഉടങ്ങിയിട്ടുണ്ടാകും. ഇത് കേട്ട് ഹീജു ദുഷ്ടൻ എന്ന് പറയുന്നു. എന്നിട്ട് സയൻ നിനക്ക് ഞാനൊരു ഓഫർ തരാം, ആ കുറ്റവാളിയെ നമുക്ക് ഒരുമിച്ച് പിടിച്ചാലോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഹീജു ഞെട്ടി നിൽക്കുന്നുണ്ട്. എനിക്കറിയാം നീ ആ കുറ്റവാളിയുടെ കൂടെയല്ല എന്ന്. അവനാണ് ഹീജുനെ തള്ളിയിട്ടത്. നീയാണ് ഹീജുനെ രക്ഷിക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത്. ഹീജു ആ മൗണ്ടൈൻ്റെ മുകളിൽ വീണതിന് ശേഷം ഞാൻ അവളെ തിരിഞ്ഞ് എല്ലായിടത്തും നടന്നു. അപ്പം ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ അനുഭവിച്ച വേദന അല്ല, ഹീജു അനുഭവിച്ചതിന്റെ 100 ഇരട്ടി വേദന അവനെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കുമെന്ന്. അതുകൊണ്ട് നിനക്ക് അവനെ കുറിച്ച് എന്തൊക്കെ അറിയാമോ അതൊക്കെ എന്നോട് പറയണം. അടുത്ത ദിവസം പ്രസ് റിലീസ് വായിക്കുന്ന യൂറി ഇത് സത്യത്തിൽ സയോന പ്രസ് റിലീസ് തന്നെയാണോ എന്ന് ചോദിക്കുന്നു. ഹോസ്പിറ്റലിലുള്ള ഹീജു അവിടുത്തെ ടിവിയിൽ ന്യൂസ് കാണുകയാണ്. ട്രിപ്പ് നടന്ന സമയത്ത് നടന്നത് ആക്സിഡന്റ് അല്ല എന്നും ഒരു ക്രിമിനൽ ഇൻസിഡന്റ് ആണെന്നും 2 ആഴ്ചയിൽ കൂടുതലായി സയോനെ ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും സയോനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴായിരിക്കാം ആ ഇൻസിഡന്റ് നടന്നത് എന്നൊക്കെയായിരുന്നു ന്യൂസ് പറഞ്ഞിരുന്നത്. സയോൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഈ കാര്യവും രാഷ്ട്രീയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും ന്യൂസിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിന് കൂടെ തന്നെ കിഡ്നാപ്പറിന്റെ രേഖാചിത്രവും കാണിക്കുന്നുണ്ട്. ഹീജു നേരത്തെ പറഞ്ഞു കൊടുത്ത പ്രകാരം തയ്യാറാക്കിയ രേഖാചിത്രമാണത്. അയാളുടെ കണ്ണ് രണ്ടും ഡിഫറെന്റ് കളറാണ് എന്നും ഏകദേശം 185 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാകും. അയാളുടെ അടുത്ത് നിന്നും മീനിന്റെ സ്മെല്ലും ഉണ്ട് എന്നും പിന്നെ സംസാരിക്കുന്ന സമയത്ത് അയാൾക്ക് വിക്ക് വരാറുണ്ടായിരുന്നു. അയാൾക്ക് ദേഷ്യം അടക്കി പിടിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അയാൾ പെരുമാറ്റം എന്നൊക്കെയായിരുന്നു ഹീജു സയന് പറഞ്ഞു കൊടുത്ത ഡീറ്റെയിൽസ്. ഇതിന്റെ കൂടെ തന്നെ ബോംബിട്ടതും അറ്റാക്കിന്റെ കാര്യവും ഹാക്കിങ്ങും എല്ലാം തന്നെ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സയൻ സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നേരത്തെ ഇത് ഫയൽ ചെയ്യാത്തതെന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഇത് എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെയാണ് സയൻ പറയുന്നത്. ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ പോലീസ് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്നും ആ കിഡ്നാപ്പറിനെ എന്നെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നും എന്റെ പേഴ്സണൽ ഓഫീസ് എവിടെയാണെന്നും എന്റെ ഫാമിലിയെ കുറിച്ചും അങ്ങനെ എന്നെ കുറിച്ച് വളരെ പേഴ്സണൽ ആയ കാര്യങ്ങൾ വരെ ഇയാൾക്ക് അറിയാമെന്ന് പറയുന്നു. ഇതിനു മുമ്പ് കിഡ്നാപ്പറെ ഹീജുനെ വീഡിയോ കോൾ ചെയ്തിരുന്നല്ലോ. അത് ഓർത്തുകൊണ്ട് ഹീജു സയോനോട് അവനെ ആരും ഇഗ്നോർ ചെയ്യുന്ന അവന് ഇഷ്ടമല്ല. അവന്റെ ദേഷ്യം അടക്കി പിടിക്കാനും പറ്റില്ല. ഇങ്ങനെ ഒരാൾക്ക് ഹാക്കിങ്ങും ബോംബാസ്റ്റും ഒക്കെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് ഇവന്റെ കൂടെ വേറെ ആരും ഉണ്ട് എന്ന് ഹീജു സയനോട് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ സയൻ ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സിനോട് പറയുന്നുണ്ട്. എനിക്ക് ഈ 2 പേരെയും ഒരുമിച്ച് കിട്ടണം എന്നാണ് സയൻ പോലീസിനോട് പറയുന്നത്. ഈ സമയത്ത് ആരോ ഒരാൾ ന്യൂസ് കണ്ടുകൊണ്ട് ഡ്രിങ്ക്സ് അടിക്കായിരുന്നു. ടിവിയിൽ ഈ കിഡ്നാപ്പറിന്റെ ഫോട്ടോ കണ്ടപ്പോൾ അയാളുടെ കൈ വിറച്ച് കൈയുള്ള ഗ്ലാസ് ഒക്കെ നിലത്തേക്ക് വെക്കുന്നു. അയാളുടെ ഷോപ്പിന്റെ പുറമെയായിട്ട് മീൻ വിൽക്കുന്നതിന് ഒരു പോസ്റ്ററും ഉണ്ട്. സയോനും സയോന്റെ അച്ഛനും കൂടി ഈ പ്രസ് റിലീസിന്റെ കാര്യം പറഞ്ഞ് ഭയങ്കര വഴക്ക് നടക്കുകയാണ്. നീ എന്നെ താഴ്ത്തി കെട്ടാൻ നോക്കുകയാണോ എന്ന രീതിയിലാണ് സയോന്റെ അച്ഛൻ സയോനോട് സംസാരിക്കുന്നത്. ഈ പ്രശ്നം ഇത്രത്തോളം ആക്കിയത് അച്ഛൻ കാരണമാണ് എന്ന് സയോന് പറയുന്നു. ഇവരിങ്ങനെ വഴക്ക് കൂടുന്ന കണ്ട് അമ്മ മിണ്ടാതിരിക്കാൻ പറയുന്നു. ഇത്ര കാലം ഇതിനെക്കുറിച്ചൊന്നും നീ ഞങ്ങളോട് പറയാത്ത എന്ന് അമ്മ ചോദിക്കുമ്പോൾ അവൻ ആദ്യം എന്നെയല്ലേ വിളിച്ചത്, ഹീജുവിനെയാണ് എന്ന് സയൻ പറയുന്നു. ഹീജു എന്റെ വൈഫാണെന്ന കാര്യം അവനറിയാം.
നമ്മുടെ ഫാമിലിക്കല്ലാതെ വേറെ ആർക്കും തന്നെ ഈ കാര്യം അറിയില്ല എന്ന് സയൻ പറഞ്ഞ കേട്ട് അവന്റെ അച്ഛൻ നീ ഞങ്ങളെ ഡൗട്ട് അടിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ എന്തിനാ നിന്നെ ഭീഷണിപ്പെടുത്തുന്നത്? നിന്റെ മാരേജിന്റെ കാര്യം പുറത്തറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നേട്ടം കിട്ടാൻ പോകുന്നില്ല. അതല്ല നീ എന്തിനാ നിന്റെ ഓഫീസിലേക്ക് അവളെ കൊണ്ടുപോയി എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അവിടെ അവൾ സേഫ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ആകുമ്പോൾ അവൾ എപ്പോഴും എന്റെ മുമ്പിൽ തന്നെ ഉണ്ടാകും. ഇത് കേട്ട് അച്ഛൻ നീ അവൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് ആലോചിച്ചുകൊണ്ട് അമ്മ ഈ മാരേജിന്റെ കാര്യം മാത്രമാണ് അവനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല. സത്യത്തിൽ നമ്മുടെ ഫാമിലിക്ക് ഇത് മാത്രമല്ലല്ലോ ഒരുപാട് സീക്രട്ട് ഇല്ലേ എന്ന് സയൻ കളിയാക്കിക്കൊണ്ട് പറയുന്നു. ഈ സമയം ടിവിയിൽ ന്യൂസ് കണ്ട കിഡ്നാപ്പർ ആണെങ്കിൽ ദേഷ്യം വന്ന് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തെറിയുന്നുണ്ട്. കിഡ്നാപ്പറെ ഫോൺ എടുത്ത് ആർക്ക് മെസ്സേജ് അയക്കുകയാണ്, നീയാണ് അവളെ തള്ളിയിട്ടത്, എന്നിട്ട് എന്റെ ഫേസ് ആണ് റിവീൽ ആയിരിക്കുന്നത്. നീ എന്തിനാ അവളെ കൊല്ലാൻ നോക്കിയത്? നമ്മുടെ ലക്ഷ്യം സയൻ ആയിരുന്നില്ലേ? ഹീജോന് ഡിവേഴ്സ് വേണമെന്ന് ഇപ്പൊ ആഗ്രഹമില്ല. അവന് വേണ്ടപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അവൻ അറിയണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അവിടെ റിപ്ലൈ വരുന്നു. പക്ഷെ ഹീജു മരിച്ചില്ലല്ലോ, ഇനി നമ്മൾ എന്താ ചെയ്യാ, ആക്ച്വലി ഞാൻ എന്താ ചെയ്യാ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് കിഡ്നാപ്പർ അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. ആദ്യം ഹീജുവിന്റെ കയ്യിൽ നിന്നും ആ ഫോൺ തിരിച്ചു വാങ്ങാനാണ് അയാൾ കിഡ്നാപ്പറോട് പറയുന്നത്. സയാൻ ഹീജുവിന്റെ അച്ഛനെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നീ എന്തുകൊണ്ടാണ് ഈ കാര്യം എന്നോട് ആദ്യം പറയാത്തത് എന്ന് ഹീജുവിന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ ആക്ച്വലി ഞാൻ ആദ്യം നിങ്ങളെയും ഡൗട്ട് ചെയ്തിരുന്നു എന്നാണ് സയാൻ പറയുന്നത്. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ഹീജുവിന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ കേൾക്കാറില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെക്കൊണ്ട് ഓരോന്ന് അനുസരിപ്പിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ഞാൻ വിചാരിച്ചു. മീഡിയ അറ്റൻഷൻ ഫുള്ള് നിന്റെ മേലേക്ക് നീ എന്തിനാ കൊണ്ടുവന്നത്? നിനക്ക് എന്റെ പുറകിലോ നിന്റെ അച്ഛന്റെ പുറകിലോ ഹൈഡ് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ ഹീജുവിന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ അതിനൊന്നും ഉത്തരം പറയാതെ നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ് സയൻ നടന്ന് പോകാൻ നിൽക്കുമ്പോൾ ഹീജുവിന്റെ അച്ഛൻ വീണ്ടും വിളിച്ച് നീ ഇങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, നീ എല്ലാ ശ്രദ്ധയും നിന്റെ മേലേക്ക് ആക്കി, എന്താണ് നീ ഹൈഡ് ചെയ്യുന്നത് എന്നൊക്കെ ഹീജുവിന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ സയാൻ അവളുടെ അച്ഛനെ നോക്കി നിൽക്കുന്നു. പിന്നെ ഹീജുവിനാണ് കാണിക്കുന്നത്. ഹീജു ഫോൺ നോക്കുമ്പോൾ ഫോണിൽ ഫുള്ളും സയനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ ആണ് കാണുന്നത്. അതിൽ കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ എല്ലാ കമന്റ്സും സയൻ നെഗറ്റീവായ രീതിയിലാണുള്ളത്. അങ്ങനെ ഹീജു സയനെ വിളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പെട്ടെന്ന് ഹീജുവിന് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നു. അൺനോൺ നമ്പർ കണ്ടപാടെ ഹീജു പേടിച്ച് ഫോൺ താഴെ വെക്കുന്നു. ഹീജു കോൾ എടുക്കാത്തതിനാൽ ആ കിഡ്നാപ്പർ ടെക്സ്റ്റ് ചെയ്തിരുന്നു, ചേച്ചി ന്യൂസ് കണ്ടോ, എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് ചേച്ചിയാണല്ലേ? പക്ഷേ അത് ഞാനല്ല ചേച്ചിയെ തള്ളിയിട്ടത്. പക്ഷെ ചേച്ചിനെ വിശ്വസിക്കലുണ്ടായില്ല. നമ്മുടെ പ്ലാനിൽ നിന്നും ചേച്ചി ബാക്ക് ആയതിനാൽ ആ ഫോൺ എനിക്ക് ചേച്ചി തിരിച്ചു തരണം. ഞാൻ ആ ഫോൺ വാങ്ങാൻ വരുന്നുണ്ട്. ഡോർ തുറക്ക് എന്ന മെസ്സേജ് വായിച്ചു ഡോർ ആരും ഓപ്പൺ ആക്കുന്നത് കണ്ട് പേടിച്ച് ഹീജു ഡോർ അടയ്ക്കാൻ വേണ്ടി ഓടുന്നു. ഹീജു പേടിച്ച് ഓടി എങ്ങനെയൊക്കെയോ ആ ഡോർ ലോക്ക് ചെയ്ത് പേടിച്ച് വിറച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നു. പക്ഷെ വന്നത് കിഡ്നാപ്പർ ആയിരുന്നില്ല, സയോൻ ആയിരുന്നു. സയോൻ ഹീജുവിന്റെ പേര് വിളിക്കുന്നുണ്ട്. സയോൻ എങ്ങനെയൊക്കെയോ ആ ഡോർ തുറന്നപ്പോൾ കാണുന്നത് ഹീജു പേടിച്ച് നിലത്തിരിക്കുന്നതാണ്. സയനെ കണ്ടപാടെ ഹീജു എന്നിട്ട് സയനെ കെട്ടിപ്പിടിക്കുന്നു. എന്ത് പറ്റി, എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ സയൻ ചോദിക്കുമ്പോൾ ഹീജു പേടിച്ചത് കൊണ്ട് ഹീജുവിന് ഉത്തരം പറയാനൊന്നും പറ്റുന്നില്ല. അവളുടെ അവസ്ഥയും കയ്യിലെ മുറിവും ഒക്കെ കണ്ട് സയൻ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കും. അങ്ങനെ ഹീജുവിന് ബോധമൊക്കെ വന്നപ്പോൾ നിനക്കിപ്പോ എങ്ങനെയുണ്ട്, ആരെങ്കിലും വന്നോ എന്നൊക്കെ സയൻ ചോദിക്കുമ്പോൾ അതിനുത്തരം പറയാതെ നീ നല്ല ടയർഡാണല്ലോ എന്ന് ഹീജു ചോദിക്കുന്നു. ഞാൻ കുറച്ച് ടയർഡാണ്, നീ പെട്ടെന്ന് ഉറങ്ങിക്കോ, അങ്ങനെയാണെങ്കിൽ എനിക്കും ഉറങ്ങാം എന്ന് പറഞ്ഞ് സയൻ ആ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യുന്നു. എല്ലാവരും നിന്നെ കുറിച്ച് ഓരോ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് പേടിയില്ലേ എന്നൊക്കെ ഹീജു ചോദിക്കുന്നത് കേട്ട് നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ച് സയോൻ ബ്ലാങ്കറ്റ് ഒക്കെ മാറ്റി അവളുടെ കൂടെ ബെഡിൽ കിടക്കുന്നു. എനിക്കിതിനൊന്നും പേടിയില്ല, പിന്നെ ഞാൻ ചെയ്തതിൽ എനിക്ക് കുറ്റബോധവുമില്ല, അതുകൊണ്ട് ഇതൊന്നും ആലോചിക്കാതെ നീ നന്നായിട്ട് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് ഹീജുവിനെ സമാധാനിപ്പിക്കുന്നു. സയോൻ ഉറങ്ങിയതിനു ശേഷം സമയം 10 മണി ആയത് അറിഞ്ഞ് അവൾ കിഡ്നാപ്പറിന്റെ ഫോണും അവളുടെ ജാക്കറ്റും എടുത്ത് പുറത്തേക്ക് പോകുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സയോൻ കണ്ണു തുറക്കുന്നുണ്ട്. കിഡ്നാപ്പറിന്റെ ഫോണിൽ നിന്നും ഹീജു സയോനെ വിളിച്ചിട്ട് ഞാൻ ആ ന്യൂസ് കണ്ടു, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നീ ഇനി എപ്പോഴും എന്നെ പിടിക്കുന്നത്? ഞാനാണല്ലോ നിന്നെ ഹെൽപ്പ് ചെയ്തത്, അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷന് എന്റെ ആവശ്യവുമില്ലേ, നിനക്ക് ഈ ഫോണിന്റെ ആവശ്യമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഫോൺ നീ എനിക്ക് തരുമോ എന്ന് സയോൻ ചോദിക്കുമ്പോൾ ഞാൻ തരും എന്ന് പറയുന്നു. ഇത് കേട്ട് സയോൻ നീ എങ്ങനെ എനിക്ക് ആ ഫോൺ തരാ, നീ നിന്നെ എന്നെ മുന്നിൽ വെളിപ്പെടുത്തുമോ എന്ന് ചോദിക്കുമ്പോൾ ഹീജു അതിന് സമ്മതിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ ഈ ഫോണുമായിട്ട് നിന്നെ കാണാൻ വരാം എന്ന് പറഞ്ഞ് ഹീജു റൂമിലേക്ക് നടക്കുന്നു. എന്റെ ഫേസ് കണ്ടാൽ നിനക്ക് എന്ത് എക്സ്പ്രഷൻ ആയിരിക്കും എന്നൊക്കെ പേടിച്ചുകൊണ്ടാണ് ഹീജു നടക്കുന്നത്. റൂമിന്റെ പുറത്തെത്തിയ ഹീജു എനിക്ക് നിന്നെ ഫേസ് ചെയ്യാൻ പേടിയാണ്, പക്ഷെ ഇനി ഞാൻ പിന്നോട്ട് ഓടില്ല, നിന്നെ ഒറ്റയ്ക്ക് സഫർ ചെയ്യാൻ ഇനി ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആ റൂം തുറക്കുന്നു. പക്ഷെ റൂമിൽ സയൻ ഉണ്ടായിരുന്നില്ല. അവൾ സയനെ വിളിച്ചിട്ട് നീ ഇപ്പൊ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്, നീ അങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നു. അത് കേട്ട് ഹീജു അവിടേക്ക് പോവുകയാണ്. അവൾ അവിടെ എത്തി സയനെ വിളിക്കുമ്പോൾ നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് സയൻ ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ട് എന്ന് ഹീജു പറയുന്നു. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ അവർക്ക് ആക്സിഡന്റ് ആവുന്നതിന് മുമ്പ് അവർ ഒരു പാർക്കിൽ ഇരുന്ന് കാണിച്ചില്ലേ, ആ പാർക്കാണിത്. അവിടെ നിൽക്കുന്ന ഒരു ഗേൾ നിങ്ങൾക്ക് ഇതിന് റൈഡ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഹീജു അതിന് റൈഡ് ചെയ്യുന്നു. ആ സമയത്ത് ചെറുപ്പത്തിൽ അവൾ ഇനയുടെ കൂടെ റൈഡ് ചെയ്താണ് അവർക്ക് ഓർമ്മ വരുന്നത്. റൈഡ് കഴിഞ്ഞതിന് ശേഷം ഹീജു വീണ്ടും സയനെ വിളിക്കുന്നു. ഞാൻ ഐസ്ക്രീം ഷോപ്പിലുണ്ട്, അങ്ങോട്ട് വാ എന്ന് സയൻ പറയുന്നു. അവൾ അവിടെ എത്തിയപ്പോൾ ഷോപ്പ് കീപ്പർ അവൾക്ക് ഒരു ഐസ്ക്രീം കൊടുക്കുന്നു. അവൾ ആ ഐസ്ക്രീമും കഴിച്ച് അവിടെ ഇരിക്കുമ്പോൾ ചെറുപ്പത്തിൽ അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ചാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. അവൾ വീണ്ടും സയനെ വിളിച്ചിട്ട് നീ എവിടെയുള്ളത്, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യാ എന്ന് പറയുമ്പോൾ സയൻ അവളോട് നിന്റെ മുന്നിൽ എന്താ കാണുന്നതെന്ന് ചോദിക്കുന്നു. അവൾ അവിടേക്ക് എത്തുമ്പോൾ അവിടെയും സയനെ കാണുന്നില്ല. നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരുപാടായി നിന്നെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷെ നിന്നെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് സ്വയം പറയുന്നു. എന്നെ കാണാൻ നിനക്ക് ഇത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോ, നിനക്ക് ഇത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടോ, പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഈ കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല, നീ ഡിസപ്പോയിന്റഡ് ആകും എന്നൊക്കെ ഹീജു പറയുമ്പോൾ നീ എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവുകയാണോ എന്ന് സ്വയം ചോദിക്കുന്നു. അല്ല, എനിക്ക് എന്നെ കുറിച്ചാണ് പേടി എന്ന് പറഞ്ഞ് ആ അവസ്ഥയിൽ കാണാൻ എനിക്ക് സാധിക്കില്ല എന്ന് ഹീജു മനസ്സിൽ പറയുന്നു. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാ നിന്നെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന്, ആ ശീലം ഫിക്സ് ചെയ്യാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യട്ടെ ഹീജു എന്ന് പറഞ്ഞുകൊണ്ട് സയോൻ അവിടേക്ക് വരുന്നു. സയോനെ കണ്ടപാടെ അവളുടെ കയ്യിൽ നിന്നും ആ ഫോണൊക്കെ താഴെ വീഴുന്നു. സയോൻ ആ ഫോൺ എടുത്ത്
ഇത്രയും ചെയ്തതിന് ഒരുപാട് നന്ദി 406 എന്ന് പറയുന്നത് കേട്ട് നിനക്കിതൊക്കെ അറിയായിരുന്നോ ഇപ്പൊ മുതൽ എന്നിട്ടും എന്നിട്ടും നീ എന്താ എന്നെ ഇതുവരെ വെറുക്കാത്തത് എന്ന് ഹിജു ചോദിക്കുമ്പോൾ നീ തന്നെ എനിക്ക് പറഞ്ഞതാ നിന്നെ എങ്ങനെയാണ് വെറുക്കേണ്ടത് എന്നും നിന്നെ എങ്ങനെ സ്നേഹിക്കാണ്ടിരിക്കേണ്ടത് എന്നും എന്നൊക്കെ സയൻ പറഞ്ഞത് കേട്ട് ഹിജു കരയുകയാണ് ചെയ്യുന്നത്. സയോൻ അവളുടെ കണ്ണുനീര് തുടച്ച് അവളെ കിസ് ചെയ്യുന്നു. ഹീജുവും തിരിച്ച് സയോനെ കിസ് ചെയ്യുന്നു. അങ്ങനെ ഇവര് തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മാറി എല്ലാം ഓപ്പൺ ആയി പറഞ്ഞ് അവർ കിസ് ചെയ്യുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ. അടുത്ത